കൂത്തുപറമ്പിന്റെ പുതിയ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ നാബ് ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ഷാഫി പറമ്പിൽ എം.പി. ഉദ്ഘാടനം ചെയ്തു. വിദേശ രാജ്യങ്ങളിലെ ഹൈപ്പർ മാർക്കറ്റുകളുടെ ചുവടുപിടിച്ചാണ് നാബ് കൂത്തുപറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചത്. ധാന്യങ്ങൾ, പലവ്യഞ്ജനങ്ങൾ, പഴം, പച്ചക്കറികൾ, മത്സ്യ ഇറച്ചി സ്റ്റാളുകൾ, വസ്ത്രം, കോസ്മെറ്റിക്സ്, ബേക്കറി എന്നിവയൊക്കെ നാബിൽ ചിട്ടയോടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിൽ എം.പി. നാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാഭാവികമായിട്ടും സന്തോഷവും അഭിമാനമാണ്. കൂത്തുപറമ്പിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് ഇവിടെ എത്തുന്ന ആളുകൾക്ക്, ഇതുവഴിയുള്ള യാത്രക്കാർക്കെല്ലാം അവരുടെ പലവിധ ആവശ്യങ്ങൾക്കുള്ള ഒരു വൺ സ്റ്റോപ്പ് സെൻ്ററാണ്. ഒരിടത്ത് ഇറങ്ങിയാൽ പല ആവശ്യങ്ങളും നടന്നു പോകാവുന്ന ഒരു സെൻ്ററാണ്. 4 സുഹൃത്തുക്കൾ ചേർന്ന് അവരുടെ കഠിനാധ്വാനത്തിനൊടുവിൽ കിട്ടുന്ന ഒരു പൈസ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നാട്ടിൽ നടത്തിയതിനകത്തുള്ള സന്തോഷമുണ്ട്. കാരണം ഇവിടെ ഒരു കൂടുതൽ സൗകര്യം കൂടെ വരിക എന്ന് പറയുമ്പോൾ അതിന് 2 അർത്ഥമുണ്ട്. അതിനകത്ത് ലാഭവും കച്ചവടവും മാത്രമല്ല, കുറേ ആളുകൾക്ക് തൊഴിൽ സൃഷ്ടിക്കപ്പെടുകയാണ്, കുറേ കുടുംബങ്ങൾ അതുവഴി ജീവിക്കുകയാണ്. ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ട് ഇത് മാറട്ടെ. കൂത്തുപറമ്പിലും ഇത്തരം സംരംഭങ്ങൾക്ക് വേണ്ടി പണം മുടക്കുന്നവർക്ക്, ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നവർക്ക്, അതിൻ്റെ പേരിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നവർക്കൊക്കെ നല്ല റെസ്പോൺസ് നാടിൽ നിന്നുണ്ട് എന്നുള്ളത് അവർക്കും മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു സംരംഭമായിട്ട് ഇത് മാറട്ടെ. ഇതിന് എല്ലാവിധ വിജയാശംസകളും. മാത്രമല്ല, ഇതൊരു ജനകീയ സ്ഥാപനമാണ്. 2000-ലധികം ആളുകൾ ചേർന്ന് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ വലിയൊരു ജനകീയ സംരംഭമാണ്. ഒരേ സമയം 120 പേർക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഫുഡ് കോർട്ട്, കുട്ടികൾക്കുള്ള കളിയിടങ്ങൾ എന്നിവയും നാബിൽ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ജനങ്ങളിലെത്തിക്കുക എന്നതാണ് നാബിന്റെ ലക്ഷ്യം. 3-4 വർഷക്കാലത്തോളമായിട്ട് നമ്മുടെ പ്രയത്നമാണ് ഇവിടെ സാക്ഷാത്കരിച്ചിട്ടുള്ളത്. കൂത്തുപറമ്പ് ജനതയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു അഭിമാന മുഹൂർത്തം എന്ന് വേണേൽ നമുക്ക് പറയാം. കാരണം എല്ലാവരും കണ്ണൂർ, തലശ്ശേരി നഗരങ്ങളെയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഫൺ സോണ്, ഒരു ഫുഡ് കോർട്ട്, ഇതെല്ലാം കൂത്തുപറമ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. അതോടൊപ്പം ഏറ്റവും എടുത്തു പറയാനുള്ളത് 150ഓളം കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം. കുട്ടികൾ വന്നിട്ട് കളിക്കുക, വീട്ടിലേക്കുള്ള പല സാധനങ്ങൾ ഉണ്ടാവുക, പിന്നെന്താ ഫുഡ് എടുത്ത് കഴിക്കുക. രാത്രിയത്ത് വീട്ടിലെത്തിരി ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല അവർക്ക്. സ്ത്രീകൾക്കെല്ലാം ലൈറ്റ് ആയി കഴിഞ്ഞാൽ വീട്ടിലെത്തിരി ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രശ്നമുണ്ടാവും. നമ്മൾ ഇവിടെ നിന്നുള്ള സൗകര്യം ചെയ്ത് കൊടുത്ത് വന്നു കഴിഞ്ഞാലും ചെയ്തിട്ട് പോവുക, കുഴപ്പമില്ല. ഒരുപാട് ഓഫറുകളുണ്ട്. നെക്സ്റ്റ് കമ്മിങ് സൂണായിട്ട് ഒരുപാട് ഓഫറുകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് ഉപകരിക്കുന്ന ഒരുപാട് പദ്ധതികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ 2000 പേർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നു. ഇനി മെമ്പർഷിപ്പ് എടുക്കാൻ ഒരുപാട് പേർ വന്നു. അതുപോലെ നമ്മൾ കുറച്ച് റിസ്പെക്റ്റ് വന്നു. കാരണം എല്ലാവരും സ്വീകരിക്കാൻ പറ്റിയില്ല. ഇപ്പം തന്നെ കുറേ പബ്ലിക് നമ്മൾക്ക് വന്നു. പബ്ലിക് വന്നപ്പോൾ അവർക്ക് ഒരു ഇരിക്കാൻ പോലും സൗകര്യം കൊടുക്കാതെ കുറേ ആൾക്കാർ നമ്മളിരുന്ന് പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ അവരെ വീണ്ടും സന്ദർശിച്ചിട്ട് അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കണമെന്നുള്ളൊരു ചർച്ച നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഉദ്ദേശിച്ചാൽ കൂടുതൽ ആൾക്കാർ വന്നു. ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം കെ.പി. മോഹനൻ എം.എൽ.എ. നിർവഹിച്ചു.
നാബ് എന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് ഇവിടെ ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ MP-യുടെ കാര്യങ്ങളാൽ തുറക്കപ്പെട്ടിരിക്കുന്നത്. വളരെ നന്നായി പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ജനകീയമായിട്ട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവരാണ് എൻ്റെ ഡയറക്ടർമാരൊക്കെ. അതോടൊപ്പം ഇവിടെ MP സൂചിപ്പിച്ചതുപോലെ ഇതുകൊണ്ട് ഇവിടെയുള്ള 200 പരം ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ അനുബന്ധമായിട്ടുള്ളവർക്കും ഒരുപാട് അവർക്ക് അതിൻ്റെ ഗുണം ലഭിക്കുന്നു എന്ന് മാത്രമല്ല, വളരെ വലിയ ജനപങ്കാളിത്തത്തോടെ ഇതുപോലുള്ളൊരു ജനപങ്കാളിത്തം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുമില്ല. സിനിമാ നിർമ്മാതാവ് ലിബർട്ടി ബഷീർ ഫുഡ് കോർട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. നാബ് ഫണ്ട് സോൺ ഉദ്ഘാടനം ഹാപ്പി ആൻഡ് റൂബി ഗ്രൂപ്പ് ചെയർമാൻ വിജയൻ റൂബി ഉദ്ഘാടനം ചെയ്തു. നാബ് മാനേജിംഗ് ഡയറക്ടർ നൌഫൽ നമാസ്കോ, ഡയറക്ടർമാരായ അബൂബക്കർ AT, ബഷീർ VA, ഹാരിസ് മൊട്ടമൽ എന്നിവർ ചേർന്ന് നാബ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഉദ്ഘാടനവും നിർവഹിച്ചു. പൊട്ടങ്കണ്ടി അബ്ദുള്ള, MN അബ്ദുൾ റഹ്മാൻ, KV രജീഷ്, CG തങ്കച്ചൻ, ഷാഹുൽ ഹമീദ്, റിജാസ് തവരയിൽ, PC പോക്കു, ജവാദ് അഹമ്മദ്, KP ജ്യോതീന്ദ്രനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.